നമ്മൾ കുറച്ച് ലേറ്റായി, സമയം 10:24. അത് മാർക്കിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. പിന്നെ ഹൈ വരുന്ന 25,007 വരുന്നത്. ഓക്കെ, നമ്മളെ ലോ വരുന്നത് സോറി, ഹൈ വരുന്നത് 25,000 കേട്ടോ. ഓക്കെ, ഈ 25,000 പിന്നെ ലോവർ സൈഡ് 24,911. ഓക്കെ, 24,911. ഓക്കെ, അപ്പോൾ ഏകദേശം റേഞ്ച് പറയുമ്പോൾ 79-80 പോയിൻറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ടാർഗറ്റ് വരിക ഏകദേശം 40 പോയിൻറ്റ്. അപ്പോൾ 25,040 വരും. മാർക്കറ്റ് ഒന്ന് കയറി, അത് ബ്രേക്കൗട്ട് വന്ന് 10 ബ്രേക്കൗട്ട് വന്നിട്ട് 25,019 വരെ പോയിക്കണം. എന്തായാലും നമുക്ക് ചെയ്യാം, കാരണം 10 ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കില്ല എന്ന് പറയില്ലേ. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ മൂവി നോക്കാം. നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് കോൾ ഓപ്ഷൻ സൈഡാണെങ്കിൽ 24,700 ഇൻ ദ മണി മന്തിലേക്ക് ഓപ്ഷൻ വന്ന്, പിന്നെ അതുപോലെ പുട്ട് സൈഡാണെങ്കിൽ 25,300 അതും ഇൻ ദ മണി. ഓക്കെ, പിന്നെ നമുക്ക് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഏകദേശം 79 അപ്പോൾ ടാർഗറ്റ് ഒരു 25-40 ആവും ടാർഗറ്റ് വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 150 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:21. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രി ചെയ്തത് ഈ ബ്രേക്കൗട്ട് 10 ശേഷം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അതിൽ ഉള്ള പോലെ ബ്രേക്കൗട്ട് നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുത്തില്ല, പിന്നെ എൻട്രി എടുത്തില്ല. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 24,970 റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കിയത്. ഓക്കെ, മാർക്കറ്റ് പിന്നെ ടോട്ടലി ഒരു സൈഡ് വൈസ് പോയി. പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തത് പ്രൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വേറെ നേരത്തെ ഞാൻ റേഞ്ച് 79 പറഞ്ഞത്, അത് ശരിക്കും റേഞ്ച് വരുന്നത് 89. ടാർഗറ്റ് ഉണ്ടായിരുന്നത് 44.5. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കവറേജ് ക്വസ്റ്റ്യൻ കിട്ടും. ഇത് നമ്മൾ എൻട്രി ചെയ്ത് 522, എക്സിറ്റ് 488.1. ഓക്കെ, പിയാനിൽ വരുന്നത് ഇതായിരുന്നു. അപ്പോൾ ടാക്സ് ഇറക്കും ഒരു 5,300 നമുക്ക് കണക്കാക്കാം. ഓക്കെ, പിന്നെ ബാക്കി അപ്ഡേറ്റ് നാളത്തെ.